ഒരു വശത്ത് ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നു, മറുവശത്ത് വീണ്ടും ആയുധങ്ങൾ. ട്രംപിന്റെ ഇരട്ട നയം ഇങ്ങനെ. യുക്രൈൻ സംഘർഷത്തിൽ 30 ദിവസത്തെ വെടിനിർത്തലിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പിന്തുണ പ്രകടിപ്പിച്ചെങ്കിലും അത്തരമൊരു വെടിനിർത്തൽ എങ്ങനെ നടപ്പാക്കുമെന്നതിനെക്കുറിച്ചുള്ള ആശങ്കകളും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. വെടിനിർത്തലിന് സാധ്യമായ പഴുതുകളെയും തന്ത്രപരമായ പോരായ്മകളെയും കുറിച്ചും പുടിൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 30 ദിവസത്തെ വെടിനിർത്തൽ സമയത്ത് യുക്രൈൻ അണിനിരക്കുകയോ സൈനികരെ പരിശീലിപ്പിക്കുകയോ ആയുധങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുവേണം എന്നാണ് പുടിൻ തലസ്ഥാനമായ മോസ്കോയിൽ തന്റെ ബെലാറഷ്യൻ കൗണ്ടർ അലക്സാണ്ടറുമായുള്ള പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. റഷ്യൻ സൈന്യം ഏകദേശം 2000 കിലോമീറ്റർ മുൻനിരയിലൂടെ മുന്നേറുന്നുണ്ടെന്നും സൈനിക നടപടികൾ നിർത്തിവെക്കുന്നതിന് നിലവിലുള്ള പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുമെന്നും പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. ഈ 30 ദിവസങ്ങൾ എങ്ങനെ ഉപയോഗിക്കും? യുക്രൈൻ നിർബന്ധിത സമാഹരണം തുടരണോ? കൂടുതൽ ആയുധ സാമഗ്രികൾ സ്വീകരിക്കണോ? പുതുതായി സമാഹരിക്കുന്ന യൂണിറ്റുകളെ പരിശീലിപ്പിക്കണോ? അതോ ഇതൊന്നും സംഭവിക്കില്ലെന്നും പുടിൻ ചോദിച്ചു. ഇത്രയും വിശാലമായ ഒരു യുദ്ധക്കളത്തിൽ വെടിനിർത്തൽ നടപ്പാക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കുമെന്നും ലംഘനങ്ങൾ എളുപ്പത്തിൽ നടന്നേക്കാമെന്നും ഇത് ഇരുപക്ഷവും തമ്മിലുള്ള ഒരു കുറ്റപ്പെടുത്തലിലേക്ക് നയിച്ചേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.